ഐസ്ക്രീമൊക്കെ തിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണ് കേട്ടോ. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കരിയത്തുംപാറയിലേക്കാണ് കേട്ടോ പോണത്. അല്ലാതെ ഇപ്പോൾ ഒറിജിനൽ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ നല്ലൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ പോയത്. പിന്നെ മാത്രമല്ല നട്ടുച്ച സമയത്ത് 1 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞങ്ങളൊരു പാക്കറ്റ് ചിപ്സും കൊണ്ട് അവിടെ കല്ലുമ്മിരുന്ന് തിന്നാണ് കേട്ടോ. കുറേ ആളുകൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്, കുറേ ആളുകൾ പാർസൽ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ എത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് വയലഡ് റിസോർട്ടിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്താണല്ലോ ഈ സ്ഥലം, അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്. പക്ഷെ റോഡിലൂടെയുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ. റോഡ് പണി കഴിഞ്ഞിട്ടൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആവും കേട്ടോ. അതുപോലെ ഈവനിങ്ങിലാണ് വരുന്നത് വെച്ചാൽ ഇതിലേറെ അടിപൊളിയാവും. പിന്നെ എന്തൊക്കെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കുളിർമയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തിലെ സ്വിറ്റ്സർലൻഡെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോണത്. അല്ലാത്തത് ഇപ്പം നമുക്ക് അഫോർഡബിൾ അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. മോള് ബിരിയാണി, ഇക്ക ഊണ്, ഋഷു മന്തി, ഞാൻ അൽഫാമൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇക്കാന്റെ പപ്പടവും കൂട്ടിയാണ് കേട്ടോ ഞാൻ അൽഫാം തിന്നണത്.